ശ്രേഷ്ഠ മാനവ പുരസ്കാര ജേതാവ് എം രാംദാസിനെ വടകര റെയിൽവേ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണ ഫോറം ആദരിച്ചു. വടകര പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ KM ഷൈനി ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 50ലേറെ വർഷമായി വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവരുടെ പരിചിത മുഖമാണ് രാംദാസ്. നിരവധി ജീവകാരുണ്യ പ്രവൃത്തിയിലൂടെയും ജീവൻ രക്ഷാപ്രവർത്തനത്തിലൂടെയും ശ്രദ്ധേയനായ രാംദാസ് വടകര റെയിൽവേ സ്റ്റേഷനിലെ മിൽമ ബൂത്ത് ഉടമ കൂടിയാണ്. 21ലേറെ പേരുടെ ജീവൻ രക്ഷിക്കാൻ ഈ കാലയളവിൽ രാംദാസിന് കഴിഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ ശ്രേഷ്ഠ മാനവ പുരസ്കാരമാണ് എം രാംദാസിനെ തേടിയെത്തിയത്. കഴിഞ്ഞ മാസം കോഴിക്കോട് വെച്ച് അവാർഡ് സ്വീകരിച്ചിരുന്നു. വടകര പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ KM ഷൈനി ഉദ്ഘാടനം ചെയ്തു. ദാസേട്ടൻ്റെ ഒരു 100-ൽ 1 അംശമെങ്കിലും ആ ഭാഗ്യം നമ്മൾക്ക് കൈവന്നാൽ അതാണ് ഏറ്റവും ഈ ജീവിതത്തിൽ നമുക്ക് ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഈ ഒരു 65 വർഷത്തെ ജീവിതത്തിലിടയ്ക്ക് നമ്മളൊക്കെ മാതൃകയാക്കേണ്ട നമ്മുടെ യുവതലമുറയ്ക്ക് ആവേണ്ട ഒരു വ്യക്തിത്വമാണ് ദാസേട്ടൻ. ദാസേട്ടനെ പറ്റി നമ്മൾ ഈ ചുമരുകൾക്കുള്ളിൽ അറിഞ്ഞാൽ പോരാ, നമ്മൾ എല്ലായിടത്തേക്കും ഈ ഒരു വ്യക്തിത്വത്തിൻ്റെ നന്മ തിരിച്ചറിയണം. ഇപ്പം ഇവിടെ സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ജീവിത സാഹചര്യങ്ങളും ഒക്കെ. ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ദാസേട്ടൻ ഇങ്ങനെയൊരു കർമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് ദാസേട്ടൻ്റെ മനസ്സിൻ്റെ നന്മയാണ്. ആ നന്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്കൊന്നും മതിയാവില്ല. ഈ ഒരു കാലം ഒന്നിനും സമയമില്ലാതെ എല്ലാവർക്കും തിരക്ക് പിടിച്ച് ഓടുന്നൊരു കാലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ദാസേട്ടനോടൊരു ചിരിക്കാതെ പോകാൻ തോന്നില്ല നമുക്ക്. എന്നുവെച്ചാൽ ദാസേട്ടൻ്റെ ആ ഒരു വ്യക്തിത്വം അതാണ്. പേഴ്സണലായിട്ട് എനിക്ക് ദാസേട്ടനെ അറിയില്ലെങ്കിലും ദാസേട്ടനെ ഈ ഒരു ചിരിച്ചിട്ടേ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂരേക്ക് ഭാഗത്തേക്ക് പോവാറുള്ളൂ. എന്നുവെച്ചാൽ മകള് കണ്ണൂരാണ് പഠിക്കുന്നത്, അധിക ദിവസവും പോകേണ്ടി വരുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മോനേട്ടൻ പറഞ്ഞ സമയത്താണ് ദാസേട്ടനിലുള്ള ഈ ഒരു നന്മയും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. വത്സലൻ കുനിയിൽ അധ്യക്ഷത വഹിച്ചു. എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ധനിക കുടുംബത്തിലാണ് ജനിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ മാമന്മാരാണ് VR കൃഷ്ണനും അതുപോലെ തന്നെ VR ധർമ്മദത്തൻ വൈദ്യരും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സാഹിത്യകാരനാണ് ശ്രീ VR സുധീഷ്. കുടുംബപരമായി തന്നെ വലിയ കഴിവുള്ള ഒരാളായിട്ടും എന്തുകൊണ്ട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ തന്നെ തിരഞ്ഞെടുത്തു? തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ എന്തുകൊണ്ട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ജീവിതം മാറ്റിവെച്ചു എന്ന ചോദ്യത്തിനുള്ള ലളിതമായ ഉത്തരം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതചര്യയായി അത് മാറ്റിയെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ. ഫോറം ചെയർമാൻ ബിജുൽ ആയാടത്തിൽ, B രശ്മി, മണലിൽ മോഹനൻ, PP രാജൻ, PM മണി, PK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സുഹൃത്തുക്കളും ബന്ധുക്കളുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.